ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി LGS മെയിൻസിനുള്ള മാതൃകാ ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, 1920 മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? 1920 മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? കസ്തൂരിരംഗ അയ്യങ്കാർ. കസ്തൂരിരംഗ അയ്യങ്കാർ. 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചതാര്? ആനന്ദതീർത്ഥൻ. ആനന്ദതീർത്ഥനാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AK ഗോപാലൻ അറസ്റ്റ് വരിച്ച വർഷമേത്? 1930. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AK ഗോപാലൻ അറസ്റ്റ് വരിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AK ഗോപാലൻ. സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏത് സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏത് സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയിയുടെ. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാനാര്? ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാനാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകളേവ? ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ശരിയാണ്. ചന്ദ്രയാൻ 3ൻ്റെ വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പ്രദേശം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടും. ഇതും ശരിയാണ്. ചന്ദ്രയാൻ 2 പതിച്ച സ്ഥലം തിരങ്ക പോയിന്റ് എന്നും അറിയപ്പെടും. ഇതും ശരിയായ പ്രസ്താവനയാണ്. വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച ജൂലൈ 23 ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കും. ഇത് തെറ്റാണ്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ 1, 2, 3. ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും CEO-യുമായി നിയമിതയായ ആദ്യ വനിതയാര്? ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും CEO-യുമായി നിയമിതയായ ആദ്യ വനിതയാണ് ജയവർമ്മ സിൻഹ. ജയവർമ്മ സിൻഹ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. ചക്കിട്ടപ്പാറ. പ്രഥമ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? മേധാ പട്കർ. മേധാ പട്കർക്കാണ് പ്രഥമ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടാത്ത ഭാഗം? കോറമണ്ഡൽ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടാത്ത ഭാഗം കോറമണ്ഡൽ തീരസമതലം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ്. വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ്. കേന്ദ്രഭരണ പ്രദേശം, അയൽ സംസ്ഥാനം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? കേന്ദ്രഭരണ പ്രദേശം, അയൽ സംസ്ഥാനം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കണ്ണൂർ.
കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമേത്? 1968. 1968 കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത്. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ലെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ലെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ. ഏത് സംസ്ഥാനത്തെ പ്രമുഖ വനിതാ സംഘടനയാണ് മീര പൈബിസ്? മണിപ്പൂർ. മണിപ്പൂരിലെ പ്രമുഖ വനിതാ സംഘടനയാണ് മീര പൈബിസ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിലവിലെ ചെയർമാൻ ആര്? ആർ മാധവൻ. ആർ മാധവനാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിലവിലെ ചെയർമാൻ. ജീവിതം ഒരു പെൻഡുലം ആരുടെ കൃതിയാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ രൂപവൽക്കരിച്ചത് എന്ന്? 1954. 1954 കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ രൂപവൽക്കരിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ? വൃക്ക. വൃക്കയുടെ ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധി ഏത്? നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. കീലസന്ധി. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസാണ് തൈമിൻ. തൈമിൻ. താഴെ തന്നിരിക്കുന്നവയിൽ വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏത്? എൻഡോർഫിൻ. വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എൻഡോർഫിൻ. അപകടമോ ഹൃദയാഘാതമോ വഴി ഒരു വ്യക്തിക്ക് ശ്വാസതടസ്സം നേരിട്ടാൽ വിവിധ ശരീരഭാഗങ്ങളിലേക്കുള്ള പ്രാണവായു സഞ്ചാരം നിലയ്ക്കും. ഇത് തടയാനാണ് CPR ചെയ്യുന്നത്. CPRൻ്റെ പൂർണ്ണരൂപമെന്ത്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. CPRൻ്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ.